28-ൽ 20 എംപിമാരും ബിജെപിയിലേക്കെന്ന ഞെട്ടിക്കുന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. മമതാ ബാനർജി ദില്ലിയിൽ കണ്ടമിടറി കണ്ണു നനഞ്ഞ് ഭയന്ന് കോൺഗ്രസ് ക്യാമ്പിൽ അഭയം തേടി. അക്രമ രാഷ്ട്രീയത്തിന്റെ മുടിചൂടാ നേതാവ് പാർട്ടിയുടെ തകർച്ച നിശബ്ദമായി കണ്ടു നിൽക്കുന്നു. തൃണമൂൽ നേതാവ് മമതാ ബാനർജി ഇന്ന് ഇന്ത്യ ബ്ലോക്കുമായി ഒത്തുചേർന്നതോടെ അവരുടെ പ്രശ്നങ്ങൾ കൂടുതൽ വഷളായിരിക്കുകയാണ്. അവരുടെ പാർട്ടിയിലെ 28 എംപിമാരിൽ ഒരു കൂട്ടം ഇപ്പോൾ NDAയിൽ ചേരാൻ ആഗ്രഹിക്കുന്നുവെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. വിപ്പ് സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യപ്പെട്ടതിനെ തുടർന്ന് പാർട്ടിയിൽ അസ്വസ്ഥനായിരുന്ന കഗോലി ഘോഷ് ദസ്തിദാർ ജനങ്ങളുടെ വിധി അനുസരിച്ച് തങ്ങളുടെ ഭാവി രാഷ്ട്രീയ ഗതി NDAയുമായി യോജിക്കണമെന്ന് വിശ്വസിക്കുന്നുവെന്നാണ് വ്യക്തമാക്കിയത്. അവർ ഉൾപ്പെടെ ഏകദേശം 20 തൃണമൂൽ എംപിമാർ NDAയുടെ ഭാഗമാകാനുള്ള ആഗ്രഹം ഔദ്യോഗികമായി അറിയിക്കാനും സ്പീക്കർ ഓം ബിർളയ്ക്ക് കത്തെഴുതാനും തീരുമാനിച്ചിരിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഘോഷ് ദസ്തിദാർ ഇന്ന് മാധ്യമപ്രവർത്തകരോട് വ്യക്തമാക്കിയത് ഇങ്ങനെയാണ്: ഞങ്ങൾ 20 എംപിമാരുടെ വ്യത്യസ്ത ഒരു ബ്ലോക്ക് രൂപീകരിക്കുകയും NDAയ്ക്ക് പിന്തുണ നൽകുകയും ചെയ്യും. കക്കോളി ഘോഷ് ദസ്തിദാർ ഞങ്ങളുടെ ചീഫ് വിപ്പും ശതാബ്ദി റോയ് ഞങ്ങളുടെ ഡെപ്യൂട്ടി നേതാവുമാണെന്നും വിമത തൃണമൂൽ MP ഷർമിള സർക്കാർ NDTVയോട് പറഞ്ഞു. പശ്ചിമ ബംഗാളിലെ സംഭവങ്ങളെ പ്രതിഫലിപ്പിക്കുന്നതാണ് ഈ നീക്കം. പുറത്താക്കപ്പെട്ട മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ 58 MLAമാർ ഒരു ബ്ലോക്ക് രൂപീകരിച്ച ശിവസേനയുടെ പുസ്തകത്തിൽ നിന്നും ഒരു പേജ് എടുത്ത് യഥാർത്ഥ തൃണമൂൽ പാർട്ടിയാണെന്ന് അവകാശപ്പെടുന്നുണ്ട്. സംസ്ഥാന നിയമസഭയിലെ പ്രതിപക്ഷ നേതാവായി പാർട്ടി തിരഞ്ഞെടുത്ത ശോഭാദേവ് ചാറ്റർജിയാണ് അവരുടെ പരാതി. നിയമസഭാ സ്പീക്കർ ഋതബ്രത ബാനർജിയെ ആ സ്ഥാനത്തേക്ക് സ്വീകരിച്ചു. സംസ്ഥാന നിയമസഭയിലെ പാർട്ടി മുറിയുടെ താക്കോലുകൾ പോലും അദ്ദേഹത്തിന് കൈമാറി. ഘോഷ് ദസ്തിദാറിന്റെ കാര്യത്തിൽ അവസാനത്തെ വൈക്കോൽ അവരെ വിപ്പ് സ്ഥാനത്ത് നിന്നും നീക്കുക എന്നതാണ്. കല്യാൺ ബാനർജി ലോക്സഭയിൽ പാർട്ടിയുടെ ചീഫ് വിപ്പ് സ്ഥാനത്ത് നിന്നും അവരെ മാറ്റിയത് മുതൽ MP പോരാട്ടത്തിലാണ്. താമസിയാതെ ബരാസത്ത് MP തന്റെ പാർട്ടി സ്ഥാനം രാജിവെക്കുകയും രാഷ്ട്രീയ കൺസൾട്ടൻസി സ്ഥാപനമായ IPAC നിയമിക്കാനുള്ള തീരുമാനത്തെ വിമർശിക്കുകയും ചെയ്തു. ഇന്ന് തന്റെ നീക്കം ഏകപക്ഷീയവും എന്ന് വിശേഷിപ്പിച്ചും അവർ പാർട്ടി ചെയർപേഴ്സൺ എന്നെ സ്ഥാനത്തു നിന്ന് മാറ്റുന്നതായി പ്രഖ്യാപിച്ചിരിക്കാം. പക്ഷേ അത് ഭരണഘടനാപരവും പാർലമെന്ററിയുമായ നിലപാടിനെ ഒറ്റ രാത്രി കൊണ്ട് മാറ്റില്ല എന്ന് മാധ്യമ പ്രവർത്തകരോടാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ഇന്ന് രാവിലെ BJP നേതാവ് ഭൂപേന്ദ്ര യാദവിന്റെ വീട്ടിൽ നടന്ന യോഗത്തിന് ശേഷമാണ് MPമാരുടെ പ്രഖ്യാപനം വന്നത്. മമതാ ബാനർജി ഇന്ത്യ ബ്ലോക്ക് യോഗത്തിൽ പങ്കെടുക്കുന്ന സ്ഥലത്ത് നിന്നും 1 കിലോമീറ്റർ അകലെയായിരുന്നു സ്ഥലം. വിമത MPമാരെ നിയന്ത്രിക്കുക എന്നതായിരുന്നു അജണ്ടകളിൽ ഒന്നെന്ന് വൃത്തങ്ങൾ പറഞ്ഞു. എന്നിരുന്നാലും മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ ഘോഷ് ദസ്തിദാർ ഉറച്ച നിലപാട് സ്വീകരിച്ചു. സഹ MPമാർക്കിടയിൽ വിപുലമായ ചർച്ചകൾക്ക് ശേഷമാണ് ഈ തീരുമാനം. നിലവിൽ ലോക്സഭയിൽ തൃണമൂലിന്റെ ചീഫ് വിപ്പായി ഞാൻ തുടരുന്നു. ആ സ്ഥാനത്ത് ഈ തീരുമാനത്തിൽ എത്തുന്നതിന് മുൻപ് ഞാൻ സഹപ്രവർത്തകരുമായി കൂടിയാലോചിച്ചിട്ടുണ്ടെന്നും അവർ പറഞ്ഞു. കൂറുമാറ്റ നിരോധന നിയമത്തെ മറികടക്കുന്ന ഈ കണക്കുകൾ ആസൂത്രണത്തെ സൂചിപ്പിക്കുന്നു. കഴിഞ്ഞ ആഴ്ച മുതൽ തൃണമൂൽ MPമാരുടെ കലാപത്തെക്കുറിച്ച് ഒരു സംസാരമുണ്ടായിരുന്നു. ബംഗാളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള മാസത്തിൽ അടിസ്ഥാനപരമായി വളരെയധികം മാറ്റങ്ങൾ സംഭവിച്ചിരുന്നു. പാർട്ടിയിലെ രണ്ടാമത്തെ നമ്പർ അഭിഷേക് ബാനർജി ഉൾപ്പെടെയുള്ള തൃണമൂൽ നേതാക്കളെ ആൾക്കൂട്ടം ലക്ഷ്യം വെച്ചിട്ടുണ്ട്. നേതാക്കൾ പാർട്ടിക്കെതിരെ പരസ്യമായി സംസാരിക്കുന്നുമുണ്ട്. രണ്ടാം നിര നേതാക്കളും ഏകദേശം 100 കൗൺസിലർമാരും രാജിവെക്കുകയും ചെയ്തു. പാർട്ടിക്കുള്ളിൽ പലരും മമതാ ബാനർജിയെ മുൻപ് ദീദി എന്ന് മാത്രം വിളിച്ചിരുന്നു. ഇപ്പോൾ പേര് വിളിക്കാൻ തുടങ്ങിയിരിക്കുന്നുവെന്നും വ്യക്തമാക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.